ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് 2 മാസത്തോളമായി. അതായത് ഈ ടൂറ് പോയിട്ട് ഇപ്പോൾ ഏകദേശം 2 മാസം കഴിഞ്ഞു. പക്ഷേ വോയിസ് ഓവർ ചെയ്യാൻ കുറച്ചൊരു മടിയുള്ളത് കൊണ്ട് നീട്ടി ഇപ്പോൾ ഇതുവരെ എത്തി. ഒക്ടോബർ 10-നാണ് ഞങ്ങളെ ക്ലാസ്സിലത്തെ ഒരു 25 ആൾക്കാർ വയനാട്ടിലേക്ക് ടൂർ പോയത്. ഒരു കുഞ്ഞ് ട്രാവലറിലാണ് ഞങ്ങൾ പോയത്. ടൂറ് തുടങ്ങിയപ്പം 25 ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. 22-23 ആൾക്കാരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു 10 മണിക്ക് ഇറങ്ങാമെന്നായിരുന്നു പ്ലാന്, 10-11. പക്ഷേ ഇറങ്ങിയപ്പോൾ ഒരു 12 മണിയായി. പിന്നെ കലാപരിപാടികളൊക്കെ തുടങ്ങി. ഞങ്ങളുടെ കൂടെ ഒരു മിസ്സും കൂടി ഉണ്ടായിരുന്നു കേട്ടോ, അല്ലേ ആ മിസ്സ്. നാട്ടിലെ പൊഴിയും മഞ്ഞിൽ തിരയൂ നിന്റെ വഴി. അവിടെ തട്ടി ഇവിടെ തട്ടി ഒരു പൂങ്കൊമ്പിൽ പകലോരോ നേരത്തെ ഓടം നീണ്ടിട്ട് ഓടി അരികാരോ വന്നില്ലേ. അങ്ങനെ അഫ്സലിൻ്റെ മുത്താറിൻ്റെ പാട്ടോടുകൂടി ഞങ്ങൾ ടൂർ ആരംഭിച്ചു. പിന്നെ കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ബോയ്സൊക്കെ പള്ളിയിലേക്ക് പോയി. ഇനിയുള്ള കുറച്ച് മിനിറ്റുകൾ നബാദിയായിരിക്കും വ്ളോഗ് കൺട്രോൾ ചെയ്യുന്നത്. വന്നത് വയനാട്ടിലാണ്. കുറേ കാലത്തിന് ശേഷമാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ടൂർ ഞാൻ പോകുന്നത്. ലാസ്റ്റ് ഞാൻ പോയത് 10ാം ക്ലാസ്സിൽ നിന്നാണ്. +2 ടൂറിന് ഞാൻ പോയിക്കില്ല. 10ാം ക്ലാസ്സിൽ നിന്ന് ഒരു 1 ഡേ ട്രിപ്പായിരുന്നു ഞാൻ പോയത്. വയനാടൊക്കെ എല്ലാവരും ടൂർ പോയതാണ്, പക്ഷെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ ഒരു സുഖമാണല്ലോ. പിന്നെ ചുരത്തും വന്ന് ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. ഞാനൊരു ബിരിയാണിയും പിന്നെ അപ്പുറത്തുള്ളവരൊക്കെ ഒരു കപ്സയാണ് വാങ്ങി കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലെത്തി. ഈ ഒരു റിസോർട്ടിലാണ് ഞങ്ങൾ നൈറ്റ് സ്പെൻഡ് ചെയ്യുന്നത്. റിസോർട്ടിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ അന്ന് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പോയപ്പോൾ തന്നെ ഊഞ്ഞാലുണ്ടായിരുന്നു, അതിൽ കയറി കളിയായി. പിന്നെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് റിസോർട്ടൊക്കെ ഒന്ന് കാണാൻ പോയി. ലയാമിസ് ആദ്യം തന്നെ റൂമൊക്കെ പിടിച്ച് സെറ്റായി നിന്ന്. റിസോർട്ടിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഒരു വെള്ളച്ചാട്ടമുണ്ട്, അപ്പോൾ അത് കാണാൻ പോവാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ചാക്കി വന്ന് കുറേ ഫോട്ടോ എടുത്തു, കളിച്ചു. അവിടെ ഊഞ്ഞാലുണ്ടായിരുന്നു, സീസൺ ഉണ്ടായിരുന്നു. അതൊന്നും ഞങ്ങൾക്കുള്ളതല്ല, പക്ഷെ എന്നാലും അതിൽ കയറി കുറേ കളിച്ചു. പിന്നെ എല്ലാവരും കൂടി ഒരു റീൽ എടുക്കാൻ പോയി. അതിനുള്ള സെറ്റപ്പൊക്കെ ആക്കുകയാണ്, സ്റ്റെപ്പൊക്കെ പഠിക്കുകയാണ്.
പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി. ക്യാമ്പ് ഫയർ ഉണ്ട് രാത്രി, അപ്പോൾ അതിനേക്കുള്ള ഒരു ഡ്രസ്സാണ് ഞാൻ ഇട്ടത്. ബോയ്സൊക്കെ ഷട്ടിൽ കളിക്കാൻ പോയി. ഞങ്ങൾ ഗേൾസ് അവിടെ വെറുതെ ഊഞ്ഞാൽമ കുത്തുന്നിങ്ങനെ കഥയൊക്കെ പറഞ്ഞിരുന്നു. എന്താ ചെയ്യുന്നത്? നമ്മളിപ്പോ ഊഞ്ഞാലാട് പോയാണ്. അല്ലേ, നീ പറഞ്ഞില്ലെങ്കിൽ അവർക്ക് തിരിയില്ലായിരുന്നു. രാത്രി ക്യാമ്പ് ഫയർ ഉണ്ടാവും. പിന്നെ ഇനി പൂളിൽ ഇറങ്ങണം. ഫുൾ സെറ്റപ്പാ. അങ്ങനെ രാത്രിയായി. ബോയ്സൊക്കെ വോളിബോൾ കളിക്കാൻ തുടങ്ങി. എനിക്ക് വോളിബോൾ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് നേരം അത് കണ്ട് കുത്തിർന്ന് പിന്നെ മേലെ പോയി ഇങ്ങനെ വെറുതെ ഒറ്റക്കിരുന്നു. പിന്നെ എല്ലാവരും പൂളിൽ ഇറങ്ങാൻ തുടങ്ങി. പിന്നെ ഡാൻസായി, പാട്ടായി, അടിപൊളിയായിരുന്നു. പിന്നെ പൂളിൽ ഇറങ്ങിയത് കൊണ്ട് ഞാൻ നേരെ ഡ്രസ്സൊക്കെ മാറ്റി റെഡിയായി വന്നു. ഫുഡ് കഴിക്കാൻ പോയി. നല്ല കുറെ ഫ്രണ്ട്സിന് കിട്ടി. നമ്മളെ ലൈഫ് ഇപ്പോ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 മണി വരെ എല്ലാവരും കഥ പറഞ്ഞിരുന്നാണ്. എന്നോട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഗുഡ് മോർണിംഗ്. അങ്ങനെ പിറ്റേന്ന് രാവിലെയായി. എല്ലാവരും എണീച്ച് വരുന്നേ ഉള്ളൂ. ഞാൻ ആ സമയത്ത് എണീച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ വെള്ളച്ചാട്ടം കാണാൻ പോയി. രാവിലെ എങ്ങനെ ഉണ്ടാവും എന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് നേരം ഞാൻ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്ന് ഞാൻ ആടി കുറേ നേരം ഇരുന്നു. ആരും എണീച്ചൊന്നും ഉണ്ടായിരുന്നില്ല.
പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും എണീച്ചു. ഞങ്ങൾ ചായ കുടിക്കാൻ പോയി. എന്തായിരുന്നു, നൂൽപ്പിട്ട് പട്ടാണിക്കറി അങ്ങനെ എന്തോ ആയിരുന്നു. ഉച്ചക്കാണ് ഞങ്ങളെ ചെക്കൗട്ട് ടൈം. അങ്ങനെ ഞാൻ റെഡിയൊക്കെ ആയി. ഇന്ന് മൊത്തം ഇടേണ്ട ഒരു ഡ്രസ്സാണിത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി ബാഗൊക്കെ പാക്ക് ചെയ്ത് വന്ന് പിന്നെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. ഞങ്ങൾ ഉച്ചക്ക് ഇറങ്ങിയത് കൊണ്ട് ഞങ്ങൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ പോയി. ഒരു സദ്യ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ സ്ഥലത്തേക്ക് വന്നു. പൂക്കോട് ലേക്കിലേക്കാണ് ഞങ്ങൾ ആദ്യം വന്നേ. പിന്നെ എല്ലാവരും കൂടി ആ റൗണ്ട് മൊത്തം നടന്നു. കുറേ നടന്നുകൊണ്ടാണോന്ന് അറിയില്ല, ഇന്നലെ വാങ്ങിയ ചെരുപ്പ് അങ്ങോട്ട് പൊട്ടി. അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ സ്ഥലത്തെത്തി. ഞങ്ങൾ പ്ലാനൊന്നും ചെയ്തിട്ടില്ല എവിടെ പോകണമെന്നൊന്നും. രണ്ടാമത് ഞങ്ങൾ പോയത് താമരശ്ശേരിയിലെ കക്കാടാണ് കേട്ടോ. അവിടുന്ന് ഞാനങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തില്ല. ഞങ്ങൾ നേരെ പിന്നെ ടൂർ അവസാനിച്ച് ഞങ്ങൾ നേരെ കോഴിക്കോടേക്ക് വന്നാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ കോഴിക്കോടെത്തി സൂഫിന്ന് മന്തി കഴിക്കാൻ കയറി. ഈ ഒരു ടൂറിൽ ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. കുറേ ഞാൻ എൻജോയ് ചെയ്യുകയാണ് ചെയ്തത്. അന്ന് രാത്രി വീട്ടിലേക്ക് പോകാൻ ബസ്സില്ലാത്തതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടു. പിന്നെ ഫ്രണ്ടിൻ്റെ റൂമിലാണ് ഞാൻ കിടന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ് ഈ ഒരു ടൂറിൻ്റെ വ്ളോഗ്. കുറച്ചേ ഉള്ളൂ എന്നറിയാം, എന്നാലും ഭയങ്കര മെമ്മറബിൾ ആണ്.